ഇടി മുഴങ്ങാൻ തുടങ്ങി. ഇന്ന് മഴ നേരത്തെയാണെന്ന് തോന്നുന്നു. മഴ പേടിക്കാനില്ല, പക്ഷെ ഇടി പേടിക്കണ. നിനക്കൊരു പേടിയാണോ? പക്ഷെ എനിക്കൊരു ഭയങ്കര ഇഷ്ടാ. ആണോ? അപ്പോൾ കഴിഞ്ഞ ദിവസം ആ മനോജ് എന്നെ കുനിച്ചു പിടിച്ച് ഇടിച്ചപ്പോൾ നീ കരഞ്ഞുകൊണ്ട് ടീച്ചറിന്റെ അടുത്ത് പരാതി പറഞ്ഞല്ലോ. എനിക്ക് ഇഷ്ടമുള്ള അതൊക്കെ വാങ്ങി സന്തോഷത്തോടെ ആസ്വദിക്കണ്ടേ? പുറത്തുനിന്നിട്ട് കിട്ടുന്ന ഇടി എനിക്ക് പേടിയാ, പക്ഷെ മാനത്തെ ഇടി അതെനിക്ക് ഭയങ്കര ഇഷ്ടാ. അയ്യോ, ഇടി ഇഷ്ടമാണെന്ന് പറഞ്ഞു എടുക്കാൻ പേടിച്ചു പോയില്ലോ. ഓർക്കപ്പുറത്ത് ഇടി വെട്ടി കഴിഞ്ഞാൽ ഏത് ധൈര്യശാലി ആയാലും പേടിക്കും. വേണ്ട വേണ്ട, നീ കൂടുതൽ ഒന്നും പറയണ്ട. നീ ശരിക്കും ഒരു പേടിത്തൊണ്ടൻ തന്നെ. കുട കൊണ്ടുവന്നിട്ടുണ്ടോ? കുടയോ? അങ്ങനത്തെ അനാവശ്യ സാധനങ്ങളൊന്നും ഞാൻ എടുക്കാറില്ല. ഇന്ന് വൈകുന്നേരം ഉറപ്പായി മഴ പെയ്യും. നീ വീട്ടിലേക്ക് മഴ നനഞ്ഞു പൊക്കോ. അയ്യോ, മഴ നനഞ്ഞാൽ എനിക്ക് പനി പിടിക്കും. നിന്റെ കൂടി എന്നെ കൂടി ഒന്ന് ചൂടിക്കാമോ? എടാ, നീ നനഞ്ഞു പോയാ മതി. പ്ലീസ്, നിന്റെ കൂടിയിൽ എന്നെ കൂടി ഒന്ന് ചൂടിക്കണം. എന്തായാലും ഇന്ന് ഞാൻ നിന്നെ ചൂടിക്കില്ല. ദൈവമേ, എനിക്ക് മഴ നനഞ്ഞ് മങ്കിപ്പനി പിടിക്കും. മങ്കിപ്പനി ആയാലും ഡെങ്കിപ്പനി ആയാലും പനി പനിയാണല്ലോ. അതെ, പനി പനി പാപ്പന് പനി പനി പാപ്പന് പനി പനി. നിന്റെ പാപ്പന് പനിയോ? പാപ്പന് പനിയൊന്നുമില്ല, ഞാൻ സരിഗമ പാടിയതാ. പാപ്പന് പനി പനി. എന്നാ പിന്നെ ഞാനും പാടാം. മഴ മഴ കൂട കൂട, മഴ വന്നാൽ പൊപ്പി കൂടാ, ദാരിക്കുന്ന ഒരു ഫോറി കൂടാ. അപേക്ഷിക്കുന്നവരെ കർത്താവ് ഉപേക്ഷിക്കില്ല മോളെ. മഴ മഴ കൂട കൂട, മഴ വന്നാൽ ഫോറി കൂടാ. മഴ വന്നാ വീട്ടിൽ പോടാ. ഞാൻ പോകും. ഫോറി കൂടാ ചൂടി പോകും. അതെ, നാട്ടുകാരുടെ കൂടെയും ചൂടി പോടാ. അതാവശ്യം പറയുന്നത്. ഇതെനിക്ക് ദൈവം തന്ന കൂടെയാണ്. ഇതിവിടെ ആരും മറന്നു വെച്ചിട്ട് പോയതാണ്. വേണമെങ്കിൽ നീ എടുത്തോളൂ, ഞാൻ ആരോടും പറയുന്നില്ല. എന്താ രണ്ടുപേരും തമ്മിൽ കശപിശ? കശപിശയോ? കശപിശ അല്ല, കശപിശ. എനിക്ക് കർത്താവ് ഒരു കുട വന്നു. എങ്ങനെയുണ്ട്? ഞാൻ നോക്കട്ടെ. ഇതുപോലത്തെ ഒരു കുട സന്തോഷിന്റെ ഉണ്ടല്ലോ. ഇത് അവന്റെ കുടയൊന്നുമല്ല, ഇത് കർത്താവ് എനിക്ക് തന്ന കുടയാണ്. പ്രാർത്ഥിക്കുന്നവർക്ക് കർത്താവ് എന്ത് വേണമെങ്കിലും കൊടുക്കും. കർത്താവ് എനിക്ക് കുണ്ടോച്ചോയോ? തൽക്കാലം ഇവിടെ നടന്ന കാര്യമൊന്നും നിങ്ങൾ ആരോടും പറയണ്ട. പറയാതെ വാങ്ങി തരുമോ? ഉറപ്പ്. ഹലോ, എന്താ? ഇവിടെ നിന്നൊരു കുട കിട്ടിയായിരുന്നോ? ഈ അപ്പൂസിനെ ഇവിടെ നിന്നൊരു കുട കിട്ടി. ഇതാണോ നോക്കിയേ? ഇതൊന്നുമല്ല, ഇതെനിക്ക് കർത്താവ് തന്ന കുടയാണ്. അന്യന്റെ വസ്തുക്കൾ മോഹിക്കാൻ പാടില്ല. നമുക്ക് ആവശ്യമെന്ന് തോന്നി നമ്മൾ മറ്റുള്ളവരുടെ സാധനങ്ങൾ സ്വന്തമാക്കിയിട്ട് അത് കർത്താവ് തന്നു എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നതിൽ കാര്യമില്ല. ഇത് നിങ്ങളുടേതല്ല, മറ്റൊരാളുടേതാണെന്ന് അറിയുമ്പോൾ നിങ്ങൾ കള്ളന്മാരാവുകയില്ലേ? അതിന് ഞങ്ങളെ ഈ അപ്പൂസല്ലേ? ആ കുട അങ്ങ് തിരിച്ചു കൊടുത്തേക്കാം അപ്പൂസേ. തിരിച്ചു കൊടുത്തേക്കാം അല്ലേ? അതെ, തിരികെ കൊടുക്കണം. അന്യന്റെ വസ്തുക്കൾ മോഹിച്ച് സ്വന്തമാക്കുക എന്നത് ദൈവകൽപ്പനയ്ക്കെതിരായ പാപമാണ്. ചെയ്തു പോയ തെറ്റ് മനസ്സിലാക്കി പ്രായശ്ചിത്തം ചെയ്യുന്നവരെ കർത്താവ് ഒരുപാട് അനുഗ്രഹിക്കും. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും.